ശ്രീ ജോൺ ബ്രിട്ടാസ്, ആദ്യകാലത്ത് കണ്ടതുപോലെയുള്ള ഒരു ഒരു വ്യാപകമായ പ്രതിഷേധം എവിടെ നമ്മൾ കാണുന്നില്ല. അതിനെ കാണുന്നത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്ന് പറഞ്ഞാൽ ഗോലിമാരോ സാലോങ്കോ എന്നൊരു കേന്ദ്രമന്ത്രിക്ക് ആക്രോശിക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ വസ്ത്രം കണ്ടാൽ പ്രതിഷേധം തിരിച്ചറിയാം എന്ന് ഒരു ധ്രുവീകരണ രാഷ്ട്രീയം ഇറക്കാൻ അവസരം കൊടുക്കാതിരിക്കുന്നു എന്ന നിലയ്ക്ക് കാണണോ, അതോ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന നിലയ്ക്ക് കാണണോ ശ്രീ ജോൺ ബ്രിട്ടാസ്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ സ്നേഹിതൻ ലിജു, അദ്ദേഹം നല്ലൊരു കോൺഗ്രസ്സുകാരനാണെന്നാണ് ഞാൻ ഇതുവരെ തീരുമാനിച്ചിരുന്നത്. മണിക് സർക്കാരിൻ്റെ കുടുംബാംഗങ്ങൾ മകളും മകനും BJP പോയി എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ്റെ അതേ പാതയിൽ തന്നെയാണ് നമ്മുടെ ലിജു. എന്താ കാരണം വെച്ചാൽ ഈ CA കുറിച്ച് ചർച്ച വന്നപ്പോൾ, അതായത് ഇലക്ട്രൽ ബോണ്ടിനെതിരെ കോടതിയിൽ പോയി CPM അല്ലേന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രകോപിതനായിട്ട് സ്വാഭാവികമായിട്ട് ഒരു ശരാശരി കോൺഗ്രസ്സുകാരൻ്റെ നിലവാര തകർച്ചയിൽ അദ്ദേഹം പോയിട്ട് കർത്ത വീണ പറയട്ടെ ലിജു, താങ്കൾ പറയുന്ന മുഴുവൻ കേട്ടല്ലോ. അതായത് താങ്കൾ പറയുന്ന മുഴുവൻ കേട്ടല്ലോ. എന്തായാലും ടാക്സ് റിട്ടേൺസ് കൊടുക്കുകയും അധികാരികളുടെ ഇടയ്ക്ക് വിവരങ്ങൾ സമർപ്പിക്കുകയും ചെയ്ത ഒരു കോടതിയിലിരിക്കുന്ന അന്വേഷണ ഏജൻസികളുടെ പരിധിയിലുള്ളൊരു വിഷയമാണല്ലോ ഇപ്പോൾ താങ്കൾ പറഞ്ഞത്. അതുകൊണ്ട് താങ്കൾ ഈ പറയുന്ന മണിക് സർക്കാരിൻ്റെ മക്കൾ BJP പോയി എന്ന് പറഞ്ഞ ആ വിദ്വാൻ്റെ നിലവാരത്തിലേക്ക് ഉയർന്നതിൽ എനിക്ക് താങ്കളോട് വളരെ നന്ദിയുണ്ട്. രണ്ട്, ഞാൻ ഡൽഹിയിൽ എത്തിയുന്ന സമയത്ത് 80കളുടെ അവസാനത്ത് ഈ AICC ആഫീസിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ കിലോമീറ്ററുകളോളം മഹീന്ദ്രയുടെ ജീപ്പുകളുണ്ട്. ഇന്ന് BJP ചെയ്യുന്ന ഈ തീവിട്ടിക്കൊള്ള ചെയ്തിരുന്നതാണ് കോൺഗ്രസ്സുകാർ ഈ കോർപ്പറേറ്റുകളിൽ നിന്ന്. CPM എക്കാലത്തും ഉദാഹരണം പറഞ്ഞാൽ ടാറ്റ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ട്രസ്റ്റുകൾ രൂപീകരിച്ച് സംഭാവന വന്ന സമയത്ത് ഞങ്ങളത് സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു വ്യക്തമായൊരു നിലപാടുണ്ട്. ആ നിലപാടിൻ്റെ തുടർച്ചയായിട്ടാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസിന് പോയത്. കേരളത്തിന് വെളിയിലെങ്കിലും സഹകരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നതുകൊണ്ട് അതിനെ അഭിനന്ദിക്കാനുള്ള ഒരു മാന്യത കാണിക്കുകയാണ് ലിജു ചെയ്യേണ്ടത്. അതിന് പകരം അദ്ദേഹം മണിക് സർക്കാരിന്റെ മക്കളിലേക്ക് അല്ലല്ല പറയണം. എന്താ കാരണം വെച്ചാല് ഞാൻ മലയാളം പറയില്ല. മലയാളം പറഞ്ഞാൽ അതിന്റെ അർത്ഥം രൂക്ഷമായി പോകും. പെറ്റി എന്നൊരു വാക്കുണ്ട്, പെറ്റി. അതിലേക്കാണ് അദ്ദേഹം പോയത്. അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ പറയില്ല, അത് കുറച്ചുകൂടി കാഠിന്യമുള്ളതായിരിക്കും. രണ്ട്, എൻ്റെ BJPയുടെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ് DMKയുടെ അടുത്തുനിന്ന്. എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ, DMKയുടെ അടുത്ത് ചെക്കിൽ വാങ്ങിയതാണ്. സഖ്യകക്ഷികൾ എന്ന നിലയിൽ ഞങ്ങൾ സംയുക്തമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവും ചെലവുകൾ നടത്താറുണ്ട്. അതൊക്കെ ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാതെ നിങ്ങൾ ആയിരക്കണക്കിന് കോടി രൂപ ഉണ്ടാക്കിയിട്ട് 4 സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനും MLA-മാരെ വിലയ്ക്ക് വാങ്ങാനും പോയിട്ടുള്ള പാർട്ടിയല്ല CPM. നിങ്ങൾ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗോവ തുടങ്ങിയിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ ഉപയോഗിച്ച പണം എവിടുന്നാണ്? ഇനി ഒറ്റ കാര്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ PM കെയറിലേക്ക് സംഭാവന ചെയ്ത കമ്പനികളുടെ പേര് പുറത്തുവിടാൻ പറ്റുമോ? ചൈനീസ് കമ്പനികൾ ഉൾപ്പെടെ PM കെയറിലേക്ക് സംഭാവന ചെയ്ത കമ്പനികളുടെ പേര് പുറത്തുവിടാൻ പറ്റുമോ? ഞാൻ പാർലമെന്റിൽ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞറിയോ? PM കെയർ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഫണ്ടാണ്. അതായത് PM-ന്റെ പേരിലുള്ള ഫണ്ട് പ്രൈവറ്റ് ഫണ്ടാണെന്ന് പറഞ്ഞിട്ട് വിവരം നൽകാത്തവരാണ് ഈ പറയുന്ന BJP-ക്കാർ. അതുകൊണ്ട് അനന്തപത്മനാഭനും ലിജുവും അവസാനം അവരെത്തേണ്ടടുത്ത് എത്തി എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ശരി, എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. ആരിലേക്കും പോകാൻ സമയം. ശരി, എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. സാർ ക്ഷമിക്കണം, എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്തായാലും വരും ദിവസങ്ങളിൽ ശ്രീ ലിജു, ഇത് ദൗർഭാഗ്യകരമായി പോയി. ഞാൻ പറഞ്ഞത് വസ്തുതാപരമാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഒരു നയപരമായ തീരുമാനം എടുക്കുകയും നയപരമായ തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുകയും അതിനെതിരെ കോടതിയിൽ പോവുകയും ചെയ്ത പാർട്ടി CPM ആണ്. അത് പറയേണ്ടതുണ്ട്. കാര്യം അത്തരം അധാർമികമായ, അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പറയുമ്പോൾ അതിനെതിരെ നേരത്തെ പ്രസ്ഥാനമാണെന്ന് പറയണ്ടേ? ശരിയാണ്, മാസപ്പടി അടക്കമുള്ള കാര്യങ്ങളിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു മാസപ്പടിയിൽ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങൾ ഇനി ഉണ്ടെന്നേ. പക്ഷെ ഞാൻ പറഞ്ഞു ഇതുപോലൊരു നയപരമായ വിശാലമായ പോളിസി മാറ്ററിലേക്ക് കറക്റ്റ് കൊണ്ട് നിർത്തണം. അതെന്റെ ചോദ്യം. ഓക്കെ, എന്റെ സമയം ശരി, എന്റെ സമയം ക്ഷമിക്കണം. എല്ലാവരും മതിയായ സമയത്ത് സംസാരിച്ചാണ്. എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എനിക്ക് പൂർണ്ണമാവുന്നു. ഇനി എന്തായാലും നമുക്ക് ഇനി ഇരിക്കേണ്ടി വരും.